ഹായ് ഫ്രണ്ട്സ്, ഗ്രേസൺ ഇൻഫോ സിസ്റ്റത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് വന്നിട്ട് നമ്മുടെ PSR1000 എന്ന് പറയുന്ന യമഹയുടെ ഒരു കീബോർഡാണ്. ഇത് ആക്ച്വലി കസ്റ്റമർ കൊണ്ടുവന്നത് ഡെഡ് കണ്ടീഷനാണ്, അതായത് പവറൊന്നും ഓൺ ആവാത്ത ഒരു കണ്ടീഷനായിരുന്നു. ഓക്കെ, ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് മാത്രം കത്തി നിൽക്കും, പവറൊന്നും ഓൺ ആവാത്തായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളത് റെഡിയാക്കിയിട്ടുണ്ട്. എന്തായിരുന്നു അതിൻ്റെ കംപ്ലയിൻ്റ് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ, എന്തായാലും ഇപ്പോൾ ഞാൻ പവർ ഓൺ ചെയ്ത് യമഹ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ബൂട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യുന്നത് കാണാം. ഓക്കെ, ഇതിൻ്റെ ബാക്കിൽ മെയിൻ സ്പീക്കറോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. എന്തായാലും അതിൻ്റെ കംപ്ലയിൻ്റ് എന്നായിരുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുറകുവശം, ഇതിൻ്റെ മെയിൻ മദർ ബോർഡ്, ഇതിൻ്റെ ആംപ്ലിഫയർ ബോർഡ്, പവർ, മറ്റു കാര്യങ്ങളെല്ലാം ഈ സൈഡ്. ഇതിൻ്റെ ഒക്ടേനെല്ലാം വരുന്നത് ഈ ഭാഗത്ത്. ഓക്കെ, കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് പവർ മാത്രം, ജസ്റ്റ് LCD മാത്രമാണ് അതിൽ നിന്ന്, ബാക്കി ബൂട്ടാകാതെ നിന്നതിൻ്റെ കംപ്ലയിൻറ്റ്. മെയിൻ IC ഇവിടെ തൊട്ട് താഴത്തെ ഇവിടെ കാണാൻ കഴിയും. ഈ കാണുന്ന സാംസങ് ഈ ഒരു IC കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ ഇതിന് ചേഞ്ച് ചെയ്തതോടുകൂടി തന്നെ ആ പ്രശ്നങ്ങളെല്ലാം മാറി പവർ ഓണായി. അപ്പോൾ പക്ക വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ അതിനെ അടച്ചതിന് ശേഷം ഒന്ന് വായിച്ച് കാണാം. ഫിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ തിരിച്ചടച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് തുറന്ന് റിപ്പയർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് എന്നിട്ട് തിരിച്ചടച്ചു. അതിൻ്റെ പവറെല്ലാം ഓൺ ചെയ്തു. അങ്ങോട്ട് പവർ ഓൺ ഓഫ് ചെയ്ത് കാണിക്കാം. പവർ ഓൺ ചെയ്തു. യമഹ ഡിസ്പ്ലേ ഓൾറെഡി കംപ്ലൈൻ്റ് ഉണ്ട്, കുറച്ച് ലൈൻസ് ഉണ്ട്, അത് മാറ്റിയാലേ പറ്റുള്ളൂ. ഓക്കെ, കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കായിട്ട് ഒരു ടെസ്റ്റ് സോങ്ങും വായിച്ചു നമ്മുടെ ദേശീയതാണ്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ഇതുപോലുള്ള കീബോർഡുകളൊക്കെ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റുകളുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചോദിക്കുക. എന്നാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാ സഹായവും ചെയ്തു തരുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.